ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നല്ലൊരു ദിവസം ഇന്ന് തന്നെ തുടക്കത്തിൽ തന്നെ പറയുന്നു. ഇന്ന് ഞാൻ കൈപ്പയ്ക്കയും പടവലങ്ങയൊക്കെ പൊട്ടിച്ചു. കുറേ ദിവസമായി വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ട് വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട്. കൂടുതലും പച്ചക്കറിയിൽ ഞാൻ പടവലയും കൈപ്പയ്ക്കയും തന്നെയാണ് കൂടുതൽ മെയിൻ ഫോക്കസ് ചെയ്തിരുന്നത്. നന്നായി ഉണ്ടാവും ചെയ്തിട്ടുണ്ട്. ഇന്ന് പൊട്ടിച്ചെടുത്തതാണ് കേട്ടോ ഇതൊക്കെ. ഇന്ന് ഞാൻ അതുകൊണ്ട് കുറച്ച് കൂട്ടാനും ഉപ്പേരിയൊക്കെ വെക്കണം എന്നുണ്ട് എനിക്ക്. ബാക്കിയുള്ളത് ഞാൻ കൊടുക്കും. കാരണം ഒത്തിരി ഉണ്ടായ കാരണം ഇതെല്ലാം നമുക്ക് വീട്ടിലേക്ക് വേണ്ടി വരില്ല. അപ്പോൾ അതുകൊണ്ട് എക്സ്ട്രാ ഉള്ളതൊക്കെ നമ്മൾ കടയിൽ കൊണ്ട് കൊടുക്കാറാണ് പതിവ്. ശരിക്കും അതൊരു സന്തോഷം തന്നെയാണ്. വലിയ കൈപ്പയ്ക്കൻ കേട്ടോ ഉണ്ടായിട്ടുള്ളത്. നല്ല നീളമൊക്കെ ഉണ്ട്. ചിലത് ഒന്ന് രണ്ടെണ്ണം കുറച്ച് നേരത്തെ ഞാൻ പൊട്ടിച്ചു. കാരണം ഈ ചൂട് കാരണം അതെങ്ങാനും പഴുത്താലോ എന്നുള്ളൊരു പേടി. പടവലങ്ങി നിറയെ ഉണ്ടായിട്ടുണ്ട്. ഇപ്രാവശ്യം നാഗപടവലല്ല ഞാൻ വെച്ചത്, ചെറിയ പടവലാണ് വെച്ചത്. അപ്പോൾ ഇന്ന് എന്തായാലും ഒരെണ്ണം എടുത്തിട്ട് കൂട്ടാൻ വയ്ക്കണം. പടവലങ്ങ, പിന്നെ കൈപ്പയ്ക്ക ഉപ്പേരി, അതിന് ഊണ് കഴിക്കണം. അതൊരു ശരിക്കൊരു സന്തോഷമാണ് കേട്ടോ. നമ്മൾ സ്വയം അധ്വാനിച്ചുണ്ടാക്കി അതിൽ നിന്ന് വിളവെടുത്ത് വീട്ടിൽ അടുക്കളയിൽ പാചകം ചെയ്ത് കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അതൊരു ഭയങ്കര സന്തോഷമാണ്. ആ സന്തോഷം നമുക്ക് പുറത്ത് എവിടെയും കിട്ടില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. അധ്വാനത്തിൻ്റെ ഫലം അത് അനുഭവിക്കുമ്പോൾ തന്നെ അത് അനുഭവിക്കുന്നവർക്കേ അറിയുള്ളൂ. എന്തായാലും എല്ലാത്തിനും ദൈവത്തിനോട് ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളുടെ സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങൾക്കും ഇതുപോലെയൊക്കെ ചെയ്യാം. ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് എന്നറിയാം. അത് ചെയ്യുന്നവർക്ക്, പച്ചക്കറി കൃഷി സ്വന്തമായിട്ട് ചെയ്യുന്നവർക്കൊക്കെ അതിൻ്റെ സന്തോഷം പ്രത്യേകം പറഞ്ഞറിയിക്കാൻ അവർക്കറിയാം. അത് അത്രയ്ക്കും സന്തോഷമുള്ളൊരു കാര്യമാണെന്ന്. അങ്ങനെ നല്ല കൈപ്പയ്ക്ക മൊരിയിച്ചിട്ടൊക്കെ ഞാൻ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി. പടവലങ്ങ പരിപ്പൊക്കെ ഇട്ട് നല്ല കറി നാളികേരമൊക്കെ ഒഴിച്ച് വെച്ചു. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടായപ്പോൾ അതിൽ നല്ല കെമിക്കൽസ് ഒന്നും ഇല്ലാത്ത കാരണം ഒക്കെ ജൈവ രീതിയിലാണ് എല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് അതിന് ടേസ്റ്റ് കൂടുകയും ചെയ്യും. പിന്നെ സ്വയം ഉണ്ടാക്കിയതാണല്ലോ, അപ്പോൾ അതിനും പ്രത്യേക ടേസ്റ്റ് കൂടുതലായിരിക്കും. ഒന്നും കൂടിയും സന്തോഷത്തോടു കൂടിയിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്കും ഇനിയും പച്ചക്കറി കൃഷി തുടങ്ങാത്തവർക്കും തുടങ്ങാം. നിങ്ങൾക്കും ഇതുപോലെയൊക്കെ സന്തോഷിക്കാം. അപ്പോൾ നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിച്ച് ഞാൻ നിർത്തുന്നു.